നീ കൊറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും താള് മറിക്കുന്നു. വല്ലതും നടക്കുവോ? എന്തു നടക്കുമെന്ന്? എടി, ഈ വിഷ്ണു എന്ന് പറയുന്നത് നിന്റെ ഒരു ക്രഷ് മാത്രം, അല്ലാതെ നിങ്ങൾ തമ്മിൽ ആത്മാർത്ഥ പ്രേമമൊന്നുമല്ല. ഇരിപ്പോട്ടെന്നൊന്നും 5 കൊല്ലം പ്രേമിച്ച് തേപ്പും കിട്ടിയിരിക്കുക. എടി, നിനക്ക് ആ ചേട്ടനായിട്ട് ഡേറ്റിംഗ് പോയ എന്താ കുഴപ്പം? എനിക്കതൊന്നും മൂടില്ല. അതെന്താ? ആ ചേട്ടന്റെ കാറില്ലേ, വീടില്ലേ, ചുരുണ്ട മുടിയില്ലേ, നല്ല സുന്ദര കുട്ടപ്പൻ, ഇതൊക്കെ കുഴപ്പമെന്നാണ്. ഡേറ്റ് ഒന്നും എനിക്ക് സെറ്റ് ആവില്ല. എന്നാ ഡേറ്റിംഗ് ആണെന്ന് വിചാരിക്കണ്ട. ആ ചേട്ടൻ നിനക്ക് മുമ്പ് അറിയാലോ, ഫ്രണ്ട് ആണല്ലോ. നിങ്ങളെ വീണ്ടും ഒന്ന് കാണുന്നു, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പോയേ പറ്റുള്ളൂ. പോ. ഞാൻ വിചാരിച്ചിന്ന് കാണല് നടക്കില്ലാന്ന്. രാവിലെ ഇറങ്ങിയപ്പോ ഫുൾ മഴ, ഇപ്പൊ മഴയും പോയി. ഇന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. സിനിമയ്ക്ക് പോയാലോ? അല്ലെങ്കിൽ ഇവിടെ ഒരു കഫേ തുടങ്ങിയിട്ടുണ്ട്, പൊറോട്ടയും ചിക്കനും എല്ലാം ഇഷ്ടമെന്ന് പറഞ്ഞേ. അങ്ങോട്ടേക്ക് പോയാ? പോയാലോ? കാർ എവിടെയാ പാർക്ക് ചെയ്തിരിക്കുന്നത്? നടന്നു പോയാലോ? ഓക്കെ. ഓഫീസിലാണ് ഇപ്പൊ ഭയങ്കര പണിയടി, എന്നും ലേറ്റ് നൈറ്റ് ആയിട്ട് ഇരിക്കണം. ഇപ്പൊ വയ്യ, മടുത്ത്. അശ്വിത് എന്തൊന്നും മിണ്ടാത്ത? മുന്നേ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നന്നായിട്ട് സംസാരിക്കായിരുന്നു. താല്പര്യമില്ലാണ്ടാണോ വന്ന്? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ശരി, എന്നിട്ട് വേറെന്താ വിശേഷം? എനിക്ക് ആക്ച്വലി ഒരാളോട് ഒരു ക്രഷ് ഉണ്ട്. ഓ, അത് കൊള്ളാലോ. എവിടെ ഉള്ളത് ആള്? എന്റെ റൂമിന്റെ അടുത്ത് തന്നെയുള്ളതാ. ആ, എന്താ ആള് പേരെന്താ? പേരൊന്നും അതൊന്നുമില്ല. ആണോ? ഒന്നുമില്ല. പിന്നെ അമ്മ എന്ത് പറയുന്നു? പിന്നെ വേറെന്തെങ്കിലുമൊക്കെ പറയും. വേറൊന്നുമില്ല. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് പോയാലോ? കൈതാ എന്തിന്? കൈ പിടിച്ച് നടക്കാൻ. എടി, നമ്മള് റിലേഷൻഷിപ്പ് ഒന്നും ഇല്ല. റിലേഷൻഷിപ്പ് ആയാൽ മാത്രം കൈ പിടിച്ച് നടക്കാവുള്ളൂ. ഞാൻ നിനക്ക് അനാവശ്യ ഹോപ്പൊന്നും തരുന്നില്ലല്ലോ അല്ലേ? മുന്നേ വിളിച്ചപ്പോ ഒന്നും അശ്വിത് എന്താ പുറത്തേക്ക് വരാണ്ടിരുന്നേ? തിരക്കൊക്കെ ആയിരുന്നു. അശ്വിത് പെട്ടെന്ന് ഇൻട്രോവേർട്ട് ആയതാണോ? പക്ഷെ അവനെപ്പോഴും പറയാറ് ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് ആണോ? ആര്? എന്റെ ക്രഷ്. ഓ, ഞങ്ങള് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരും. മിക്ക ദിവസം വൈകുന്നേരം വരും. ഇവിടെയുള്ള എല്ലാ കടയിലും ഞങ്ങൾ കയറി നടന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്. അശ്വതി പൃഥ്വിരാജിന്റെ പുതിയ സിനിമ ഉണ്ടോ? കൊള്ളായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഇതെന്റെ വീട്. ഓ, കൊള്ളാലോ. പിന്നെ നമ്മുടെ ഇന്നത്തെ ഡേറ്റ് ആയിട്ടൊന്നും തോന്നിയില്ലല്ലോ. ഏയ്, ജസ്റ്റ് ഫ്രണ്ട്സ്. അങ്ങനെ തോന്നിയില്ല. അശ്വതി, അശ്വതി നേരത്തെ ഒരു ക്രഷിന്റെ കാര്യം പറഞ്ഞില്ലേ? എനിക്ക് തോന്നുന്നത് നിനക്ക് അവരോട് ശരിക്കും ക്രഷ് അല്ല, അത് ലവ് ആണെന്നാണ് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഉണ്ടാവട്ടെ. അത്രയൊന്നും ഇല്ല. കല്യാണത്തിന് വിളിക്കില്ലേ? ശരി, ഞാൻ പോട്ടെ. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് വർക്കായില്ല. അതെന്താ വർക്കാവാത്തെ? എനിക്ക് വിഷ്ണുവിനെ ഓർമ്മ വരുമായിരുന്നു. അവനോടൊന്ന് തെറ്റ് ചെയ്യുന്ന പോലെ തോന്നാ. ഒരു കുശുന്നു. എടി, അവൻ നിന്നെ ഓർക്കുന്നു പോലുമില്ല, അവൻ നിന്നെ റിജക്ട് ചെയ്ത് പോയതല്ലേ?
എനിക്ക് അങ്ങനെയൊന്നും മറക്കാൻ പറ്റണില്ല അവനെ. ഇനി മേലെ എന്നോട് ഡേറ്റ് എന്ന് പറഞ്ഞ് വിളിട്ടാണ്ടല്ലോ. നീ ഇവിടെ മൂത്ത് ധരിച്ച് പോത്തേ ഉള്ളൂ. പോണെന്ന് ഞാൻ ഡേറ്റിങ്ങിന് പോവാ. എടാ ഇന്നലെ കാണാൻ പോയിട്ട് എന്തായി? ഏയ് അതൊന്നും നടക്കും തോന്നില്ലടി. എന്താ പറ്റി? അവക്ക് വേറെ ഏതോ ഒരു പയ്യനെ ഇഷ്ടമുണ്ടെന്നാ തോന്നുന്നു. അവള് വേറെ റിലേഷൻഷിപ്പിലാണ്. റിലേഷൻഷിപ്പ് അല്ല, പക്ഷെ അതൊരു പയ്യനോട് ക്രഷ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ ക്രഷ് അല്ലേ, അതൊക്കെ മാറിക്കോളൂ. അല്ലടി, അവളെ സംസാരം കേട്ടിട്ട് അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണക്ഷൻ ആണെന്ന് തോന്നുന്നു. എന്നാലും നീ ഒരു വർഷമായിട്ട് മനസ്സിൽ കൊണ്ട് കിടന്ന ഇഷ്ടമല്ലേ? പോട്ടെ, അത് കുഴപ്പമില്ല, എൻ്റെ കാര്യല്ലേ. അപ്പൊ ഇങ്ങനെ ചില്ലായിട്ട് പോവാം.